നമസ്കാരം. അധികാരമെന്ന അപകർഷണത്തിൻ്റെ പുറകെ ഓടിയ ലീഡറുടെ മകൾ, ലീഡർ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലും കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവുണ്ടല്ലോ എ കെ ആൻ്റണി. എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയുമൊക്കെ മാതൃകയാക്കേണ്ടത് ആരെ എന്ന് ചോദിച്ചാൽ ഒരു പ്രലോഭനത്തിനും വഴങ്ങാത്ത, വീഴ്ത്താനാവാത്ത ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവിനെയാണ്. നിങ്ങൾക്ക് പകരം ശശി തരൂർ ആയിരുന്നു കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറിയതെങ്കിൽ അത് അദ്ദേഹത്തിന് മാത്രമല്ല ഗുണമുണ്ടാകാൻ പോകുന്നത്, ബി ജെ പിക്കും സംസ്ഥാനത്ത് വലിയ മെച്ചമാകുമായിരുന്ന ഒരു മുഖമാണ് ശശി തരൂർ എന്ന് പറയപ്പെടുന്നത്. അത്തരമൊരു നീക്കത്തിന് തുനിഞ്ഞില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് പറയപ്പെടുന്നത്. ഇത് അധികാരമില്ലാതെ വരുമ്പോൾ മറുകണ്ഠം ചാടാൻ തക്കം പാർത്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ടല്ലോ, ആ കോൺഗ്രസ് നേതാക്കൾ കണ്ടുപഠിക്കേണ്ട പാഠമാണ് ഈ ശശി തരൂരിൻ്റെ ഈ മനോഭാവത്തെ. സഹകരിച്ച് പ്രവർത്തിക്കാമെന്ന ഒരു അഭ്യർത്ഥനമായി ഒരിക്കൽ ബി ജെ പി തന്നെ സമീപിച്ചിരുന്നുവെന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഈ UDF സ്ഥാനാർത്ഥിയായ ശശി തരൂർ നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതായത് തന്നെ സമീപിച്ചിരുന്നു ബി ജെ പി നേതാക്കൾ ആ പാർട്ടിയിലേക്ക് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. 2014 ബി ജെ പി ഇത് സംബന്ധിച്ചുള്ള ആശയവിനിമയം താനുമായി നടത്തിയതെന്ന് തരൂർ പറയുന്നു. ബി ജെ പിയുമായി സഹകരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന്. എന്നാൽ വർഗീയത അംഗീകരിക്കുവാൻ കഴിയില്ല എന്നും വികസനത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കാമെന്നുമാണ് അന്ന് താൻ ബി ജെ പിക്ക് കൊടുത്ത വാക്ക് എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ മറുപടി എന്ന് പറയപ്പെടുന്നത്. ആ മറുപടിയിൽ ബി ജെ പി സംതൃപ്തരായോ എന്നുള്ളതല്ല. ബി ജെ പിയിലേക്ക് ഇന്ന് ലോക്സഭയിലോ നിയമസഭയിലോ അക്കൗണ്ട് തുറക്കാൻ ഏറ്റവും പര്യാപ്തനായിട്ടുള്ള വ്യക്തി എന്ന് പറയപ്പെടുന്ന ശശി തരൂർ തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. അദ്ദേഹത്തിനെ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. ആ ചിന്തയാണ് ബി ജെ പിയെ ഈ രീതിയിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തെങ്കിലും തരൂരിന് ലഭിച്ചാൽ അതവർക്ക് ഗുണമാകും. തരൂർ അന്ന് ബി ജെ പിയുമായി സഹകരിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അന്ന് ലോക്സഭയിൽ തരൂരിലൂടെ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. 2014 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്തു ചാടിച്ച് തിരുവനന്തപുരത്ത് തന്നെ നിർത്തി സ്വതന്ത്രനായി മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് ബി ജെ പി ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളതാണ്. നേരെ തരൂർ ബി ജെ പിയിൽ പോയാൽ അത് ചിലപ്പോൾ പലതരത്തിലുള്ള അപവാദ പ്രചാരണങ്ങൾക്കും ഒപ്പം തന്നെ വലിയ അപഖ്യാതികളും ഉണ്ടാകുമെന്നതിനാൽ തന്നെ സ്വതന്ത്രനായിട്ട് അദ്ദേഹത്തിനെ ഇറക്കിക്കൊണ്ട്, അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട്, ബി ജെ പി പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെ സ്വതന്ത്രനായി മത്സരിക്കുന്ന തരത്തിലേക്ക് തരൂരിനെതിരെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ നിർത്താതെ ബി ജെ പി പിന്തുണയ്ക്കുന്നൊരു സാഹചര്യം വന്നാൽ അദ്ദേഹം ജയിക്കുവാനുള്ള സാധ്യത വളരെ വലുതായിരുന്നു എന്ന് ബി ജെ പിക്ക് അറിയുകയും ചെയ്യാം. കേരള നിയമസഭയിൽ ഒ രാജഗോപാലിലൂടെ അക്കൗണ്ട് തുറന്ന ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ്. ആ അക്കൗണ്ട് തുറക്കുവാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ ഏറ്റവും അനുയോജ്യരായ വ്യക്തികളെ സമീപിക്കുന്നുണ്ട്. ഏറ്റവും പറ്റിയ അവസരമാണ് ഇത്. തരൂർ തിരുവനന്തപുരത്ത് സ്വതന്ത്രനായി മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ അവർക്ക് കിട്ടേണ്ടിയിരുന്ന വലിയൊരു അവസരമായിരുന്നു അത്. കേരളത്തിലെ ബി ജെ പിക്ക് വളരെ വലിയ വേരോട്ടമുള്ള ഒരു പാർലമെൻറ്റ് നിയോജക മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്നത്. അത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം നമുക്ക് മനസ്സിലാക്കിയതാണ്. തരൂരിൻ്റെ ഭാര്യ സുനന്ദ പുഷ്കർ മരിച്ചതിന് ശേഷം ഇവിടെ നടന്നിട്ടുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തരൂരിന് ബി ജെ പിയുടെ ഒ രാജഗോപാലിനോട് കൂടി അന്ന് കടുത്തൊരു മത്സരമാണ് നേരിടേണ്ടി വന്നതെന്നുള്ള വലിയ മത്സരമായിരുന്നു. നമുക്കറിയാം, അന്നൊക്കെ ആദ്യഘട്ടത്തിൽ ഒ രാജഗോപാൽ വിജയിച്ചു വരുന്ന വലിയൊരു അവസ്ഥയുണ്ടായി. അവസാനം അദ്ദേഹം വിജയിക്കുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തുമ്പോൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണെന്ന് തരൂർ, ഏകദേശം 15,548 വോട്ടുകളാണെന്ന് തോന്നുന്നു, അതിലാണ് അദ്ദേഹം വിജയിച്ച് കയറിയത്. പിന്നെ ബി ജെ പിക്ക് നിർത്താൻ പറ്റിയ ഒരു വ്യക്തിപ്രഭാവമുള്ള സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് സത്യം. അതുവരെ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല. അത് ഇന്നും ബി ജെ പിക്കാരുടെ ഇടയിൽ ഒരു വലിയ ദുഃഖസത്യമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് വസ്തുത. തരൂരല്ലാതെ മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ, നിയോജകമണ്ഡലത്തിൽ ഉണ്ടായാൽ ഒരുപക്ഷെ ബി ജെ പി തിരുവനന്തപുരത്ത് ജയിച്ചുകൂടാ എന്നില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ തരൂരിന് പിന്തുണ കൊടുത്തോ ബി ജെ പിയിൽ എത്തിച്ചോ ഒരു ഗെയിം കളിക്കുവാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണ് അവരുടെ ഉദ്ദേശമായിരുന്നത്. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ്. അതും തരൂർ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെ തിളങ്ങി നിൽക്കുമ്പോൾ അത് അത്യാവശ്യമായിരുന്നു, വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പല പ്രബല സമുദായങ്ങൾക്കും ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തി സ്വീകാര്യനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒറ്റയ്ക്ക് നിന്നാൽ പോലും ജയിക്കാൻ പറ്റുന്ന ഒരു താരത്തിളക്കം ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത.
അങ്ങനെ തരൂർ ജയിച്ചാൽ അതിൻ്റെ അലയൊലികൾ പിന്നീട് വരുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് അനുകൂലമാക്കാൻ BJPക്ക് കഴിയുമെന്നുള്ള വലിയൊരു ആത്മവിശ്വാസം BJPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തരൂരിനെ സമീപിച്ചത്. തിരുവനന്തപുരം പോലുള്ള വലിയ ജില്ലയിൽ നിന്ന് ഒന്നോ രണ്ടോ സീറ്റും BJP നേടിയെടുത്ത് കൂടായികയില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു. തരൂർ അന്ന് തിരുവനന്തപുരത്ത് സ്വതന്ത്രനായി മത്സരിച്ചിരുന്നുവെങ്കിൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറി ആയതിനെ. കാരണം ഒരു ലോട്ടറി അടിച്ചതിന് തുല്യമാകുമായിരുന്നു. കാരണം തരൂർ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തരൂരിന് BJP ഇന്ന് അപ്രിയമാണെങ്കിൽ കൂടിയും തരൂരിനെ BJPക്ക് ഇപ്പോഴും അപ്രിയമാണെന്ന് തോന്നുന്നില്ല എന്ന് പറയപ്പെടേണ്ടി വരും. സുനന്ദ പുഷ്കർ വിവാദം ഇവിടെ കത്തിപ്പടർന്നപ്പോൾ BJP തരൂരിനോട് കാണിച്ചിട്ടുള്ള ഒരു മൃദു സമീപനം, ആ മൃദു സമീപനം അതിൻ്റെ തെളിവാണ്. കാരണം തരൂരിനെ തള്ളിക്കളയുന്നില്ല BJP എന്നുള്ളതാണ്. മാത്രമല്ല BJP പിന്തുണയോടുകൂടി തരൂർ തിരുവനന്തപുരത്ത് ജയിച്ചിരുന്നുവെങ്കിൽ തരൂരും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വലിയ ശക്തനായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടായേനെ BJPയോടൊപ്പം നിന്നുകൊണ്ട്. BJP വീണ്ടും അധികാരത്തിൽ എത്തും, കേന്ദ്രത്തിലെത്തിയാൽ ഒരു നല്ല കേന്ദ്രമന്ത്രി സ്ഥാനം അത് ശശീരനെ തേടി വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ലായിരുന്നു. ഒരു MP സ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്നതിലും നല്ല വഴി ഒരു മന്ത്രിയായി തുടരാമായിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം പോയില്ല എന്നുള്ളതാണ്. തരൂരിന് കോൺഗ്രസിൽ എന്ത് പാരമ്പര്യമെന്ന് ആക്ഷേപിക്കുന്നവർ, അത്തരത്തിലുള്ളൊരു വലിയ വിഭാഗമാണല്ലോ, അവർ തരൂരിൻ്റെ പാർട്ടിയോടുള്ള കൂറാണ് മനസ്സിലാക്കേണ്ടത് ഇതിലൂടെ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. താൻ കോൺഗ്രസിനെ രക്ഷിക്കാം എന്നൊക്കെ ശശി തരൂർ അടിക്കടി നിരന്തരം കോൺഗ്രസിനോട് തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഹൈക്കമാൻഡോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോ ഒന്നും തന്നെ അത് കേട്ട ഭാവം നടിക്കുന്നില്ല എന്നുള്ളതാണ്. അതങ്ങനെ തന്നെ സംഭവിക്കൂ. കേരളത്തിലെ കോൺഗ്രസിന് ശശി തരൂരിന് വേണ്ട, എന്നാൽ കേരളത്തിൽ ശശി തരൂരിന് മാത്രമേ കോൺഗ്രസിനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അങ്ങനെ ചിന്തിക്കുന്നവർ വളരെ വലുതാണ്, വലിയ ഭൂരിപക്ഷം അതിലുണ്ട്. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവർ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലുമൊക്കെ ഇന്നും അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ആരെയൊക്കെ പേടിച്ച് പലരും മൗനം ഭജിക്കുന്നു എന്നുള്ളതാണ്. ആരും അത് മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ശശിയെ കൊണ്ടുവരാൻ ആരും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ കരുണാകരനും ഉമ്മൻചാണ്ടിക്കും ശേഷം ജനങ്ങളെ ഇങ്ങനെ കൂട്ടത്തോടെ ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം, ഒരു നേതാവ് എന്നുള്ളത് ശശിയാണ്, ശശി തരൂരാണ്. ശശി തരൂരിനെ ജനങ്ങൾ അത്തരത്തിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ കേരളത്തിലെ നേതാക്കൾക്ക് അത് ഇഷ്ടമല്ല. ഒപ്പം രാഷ്ട്രീയത്തിൽ നിന്നും പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ അകന്ന് ജീവിക്കുന്ന ഇന്നത്തെ യുവനിരയെ, ആ യുവനിരയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ശശി തരൂർ പോലൊരു വ്യക്തിത്വത്തിനെ, അദ്ദേഹത്തിനെ പോലുള്ള അല്ലാതെ മറ്റൊരാൾ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇന്നും കോൺഗ്രസിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇവിടുത്തെ തലമൂത്ത കോൺഗ്രസ് നേതാക്കൾ, ഇവിടുത്തെ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ പലരും ഇന്ന് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കോൺഗ്രസിനൊരു പുതുജീവവായു കൊടുക്കാമെന്ന് പറഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ള തരൂരിനെ പോലുള്ള വ്യക്തിപ്രഭാവങ്ങളെ, അവരെയൊക്കെ എങ്ങനെ കൂച്ചുവിലങ്ങിടാം എന്നുള്ള ആലോചനയിലാണ് ഈ കടൽ കിഴവന്മാരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയേണ്ടി വരും. ബാക്കി എന്തൊക്കെ കാര്യത്തിൽ നിന്ന് അകന്നാലും ഇവരെല്ലാവരും, ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഇക്കാര്യത്തിൽ, ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ശശി തരൂരിനെ പരാജയപ്പെടുത്തുക, ഒറ്റ കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ. എന്നാൽ ഇവർക്ക് ആർക്കും തന്നെ ജനങ്ങളെ കയ്യിലെടുക്കുവാനോ ജനങ്ങളോടൊപ്പം ഒന്ന് നിൽക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, AICC പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മുഴുവൻ അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു, ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ പക്ഷേ തരൂരിനെതിരെ ഹൈക്കമാൻഡിൻ്റെ പിന്തുണയോടുകൂടി ആരെങ്കിലും മത്സരിപ്പിച്ച് തരൂരിനെ ഒരു മൂലക്കിരുത്താം, അങ്ങനെ വ്യഗ്രത പൂണ്ട് ഇവിടുത്തെ നേതാക്കൾ അടക്കമുള്ളവർ തലങ്ങും വിലങ്ങും പാഞ്ഞതുമൊക്കെ നമ്മളുടെ കാഴ്ചയായി നമ്മുടെ മുമ്പിൽ ഇന്നുമുണ്ട് എന്നുള്ളതാണ്. അന്ന് രണ്ട് പടുവൃദ്ധന്മാരെ അതിനായി അവർ കണ്ടെത്തുകയും ചെയ്തു. ആദ്യം ഈ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള അശോക് ഗെഹ്ലോട്ടിനെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. അദ്ദേഹമാണെങ്കിൽ അധികാര കൊതിയനാണ്, അറിയാമല്ലോ. അദ്ദേഹത്തിന് ഈ അധികാരം തന്നെ മുഖ്യമായിട്ടുള്ള ആളാണ്. മുഖ്യമന്ത്രിക്ക് അപ്പുറം എന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ചോദിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് എന്നതായിരുന്നു ഈ 76-കാരൻ്റെ അന്നത്തെ ചിന്ത എന്ന് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ഒരിക്കലും ഒഴിയാൻ പറ്റില്ല, വേണമെങ്കിൽ രണ്ടും ഒന്നിച്ചേറ്റെടുക്കാമെന്ന് അന്ന് പറഞ്ഞ ആളായിരുന്നു ഈ അശോക് ഗെഹ്ലോട്ട്. ഹൈക്കമാൻഡിനും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടിയും തരൂരിനെ പിന്തുണയ്ക്കുവാനും ഈ ഹൈക്കമാൻഡിന് സമ്മതമില്ലായിരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ തരൂരിനെ പിന്തുണച്ചിരുന്നെങ്കിലോ ചിത്രം മാറിയേനെ. പിന്നീട് ഇവർ കണ്ടുപിടിച്ചതാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയപ്പെടുന്ന 82-കാരനെ. 80 കഴിഞ്ഞതിനെ തുടർന്ന് ഇവിടുത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള
എ കെ ആന്റണിയും വയലാർ രവിയും ഒക്കെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അകന്ന് അവർ പിന്തിരിഞ്ഞ് മാറി നിൽക്കുന്ന, അവരുടെ വീട്ടിൽ തന്നെ വിശ്രമജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 82 വയസ്സുകാരനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയെ ആരുടെയൊക്കെയോ റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പൊക്കിയെടുത്തുകൊണ്ടുവന്ന് AICCയുടെ പ്രസിഡൻ്റാക്കി മാറ്റുന്നത് എന്നുള്ളത് ഓർക്കണം. എന്നിട്ടും തരൂർ ആരോടും പരാതിയോ പരിഭവമോ ഒന്നും തന്നെ ഇല്ലാതെ, ആരുടെയും പിന്തുണ തന്നെ തേടാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ച് സാമാന്യം നല്ല വോട്ട് കരസ്ഥമാക്കുവാനും അദ്ദേഹത്തിനായി എന്നുള്ളതാണ്, ആരുടെയും സഹായമില്ലാതെ. പക്ഷേ അതുവഴി ജയിച്ച ഖാർഗെയേക്കാൾ സമൂഹ മാധ്യമത്തിൽ അല്ലെങ്കിൽ സമൂഹമധ്യത്തിൽ കൂടുതൽ സ്റ്റാറായി തിളങ്ങുവാനും തരൂരിന് കഴിഞ്ഞു. ജനങ്ങളുടെ പിന്തുണയാണ് എന്ന് പറയപ്പെടുന്നത്. AICC പ്രസിഡന്റ് ആകാൻ തരൂരിന് നേതാക്കൾ അയോഗ്യതയായി കണ്ടത് പാർട്ടിയുടെ പാരമ്പര്യമില്ല എന്നുള്ളത് മാത്രമായിരുന്നു. എന്ത് പാരമ്പര്യം? ഇത്രയൊക്കെ അവഹേളനമൊക്കെ സഹിച്ച് കോൺഗ്രസിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് മാത്രം പൊരുതുന്ന ശശി തരൂരിനെയാണ് പത്മജയെയും അനിൽ ആന്റണിയെയും പോലുള്ളവർ മാതൃകയാക്കേണ്ടത് എന്ന് പറഞ്ഞു വയ്ക്കേണ്ടി വരും. എല്ലാവരും കൂട്ടത്തോടെ വേണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പോയാലും കോൺഗ്രസിനെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പുലർത്താൻ കെൽപ്പുള്ള ഒരേ ഒരു നേതാവാണ് ഇന്ന് ശശി തരൂർ എന്ന് പറയേണ്ടി വരും. ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം. പക്ഷേ എന്തുകൊണ്ടോ അത് കോൺഗ്രസ്സുകാർ ഓർക്കുന്നില്ല എന്നുള്ളതാണ്. ഓർക്കണം നമ്മൾ ഒരു കാര്യം, കോൺഗ്രസിനെ ഇന്നും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും പാർട്ടിയെ പടുകുഴിയിലേക്ക് അല്ലെങ്കിൽ തള്ളി വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നതും ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന നേതാക്കൾ, അതിൻ്റെ നേതാക്കൾ തന്നെയാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഓരോ വലിയ നേതാക്കളും പാർട്ടി വിട്ടു പോകുമ്പോഴും അതിൻ്റെ നഷ്ടം വളരെ വലുതാണ് എന്ന് കോൺഗ്രസ് തിരിച്ചറിയാതായി പോകുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയാതെ ആയി പോകുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നന്നായേനെ. ശശി തരൂരായാലും പാർട്ടി വിട്ടാൽ നഷ്ടം പാർട്ടിക്ക് തന്നെയാണ്, അല്ലാതെ മറ്റാർക്കുമല്ല. തരൂരിനൊരിക്കലും അത്തരത്തിലൊരു നഷ്ടം ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം അധികാരം എന്ന് പറയപ്പെടുന്ന അപ്പകഷ്ണത്തിന് പിന്നിൽ പായുന്നവരാണ്. പത്മജയാണെങ്കിലും അനിൽ ആന്റണി ആണെങ്കിലും, ഈ അനിൽ ആന്റണി എന്ന് പറയപ്പെടുന്ന AK ആന്റണിയുടെ മകനോട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു സംസാരമധ്യേ ചോദിച്ചു. അതായത് അദ്ദേഹം BJPയിലേക്ക് പോയ അന്നത്തെ ദിവസം ഒരു ടെലിഫോൺ കോളിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചതാണ്, ആന്റണി സാർ അറിഞ്ഞിട്ടാണോ നിങ്ങൾ BJPയിലേക്ക് പോകുന്നത് എന്ന്. അന്ന് അനിൽ ആന്റണി പറഞ്ഞത്, ഞാൻ അപ്പയോട് സംസാരിച്ചതിന് ശേഷമാണ് BJPയിലേക്ക് പോകുന്നതെന്ന്. എന്നിട്ട് അന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഈ AK ആന്റണി എന്ന് പറയപ്പെടുന്ന കുടില ബുദ്ധിക്കാരൻ, കുശാഗ്ര ബുദ്ധിക്കാരൻ, ആദർശ പുങ്കവാനായ AK ആന്റണി പറഞ്ഞത്, ഞാൻ അറിഞ്ഞിട്ടില്ല ഇത്തരത്തിലൊരു കാര്യം, ഞങ്ങൾ ഇതൊന്നും വീട്ടിൽ സംസാരിക്കാറില്ല, അനിലിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് BJPയിലേക്ക് പോയത് എന്നും 5 മണിക്ക് ഞാൻ പത്രസമ്മേളനം നടത്തും, അപ്പോൾ പറയാമെന്നും പറഞ്ഞു. അന്ന് പറഞ്ഞത് അനിൽ ആന്റണി BJPയിലേക്ക് പോയത് അയാളുടെ മാത്രം ഇഷ്ടപ്രകാരമാണ്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. ഇനി അനിൽ ആന്റണിയുടെ അധ്യായം ഇവിടെ അടയുന്നു. അങ്ങനെ ആദർശത്തിൻ്റെ അപ്പോസ്തലനായിട്ടുള്ള AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് പോകുന്നതും AK ആന്റണി അറിഞ്ഞു തന്നെയാണ് എന്നുള്ള സത്യം കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ബാക്കിയുള്ള രാഷ്ട്രീയക്കാരോ പൊതുജനങ്ങളോ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയായിരിക്കാം. പക്ഷേ AK ആന്റണി അറിഞ്ഞിട്ടാണ് അദ്ദേഹം BJPയിലേക്ക് പോയത് എന്നുള്ളത് വസ്തുത. കാരണം അധികാരം തന്നെയാണ് ലക്ഷ്യം. ഇനി ഒരിക്കലും കോൺഗ്രസ് കേന്ദ്രത്തിലേക്ക് അധികാരത്തിൽ എത്തില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ AK ആന്റണിയാണ് ഇപ്പോൾ രാഷ്ട്രീയ വനവാസം നടത്തി വിശ്രമജീവിതം നയിക്കുന്നത് ഇങ്ങ് തിരുവനന്തപുരത്ത്. ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപേക്ഷിച്ച് തിരികെ എത്തിയിരിക്കുന്നു. ഇനി മറ്റൊന്ന് K കരുണാകരൻ്റെ മകളാണ്. K കരുണാകരൻ്റെ മകൾ എന്തിനു വേണ്ടിയിട്ടാണ് BJPയിലേക്ക് പോയത് എന്നുള്ളത് ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, അധികാരത്തിൻ്റെ ഏതെങ്കിലും ഒരു അപ്പകഷ്ണം തനിക്കും ലഭിക്കുമെന്ന് ഉത്തമ ബോധ്യം ഈ സ്ത്രീക്കും ഉള്ളതുകൊണ്ട് തന്നെയാണ് പത്മജ വേണുഗോപാലും BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് കേന്ദ്ര സഹമന്ത്രിയോ MP സ്ഥാനമോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടില്ല, ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് കണ്ണും നട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അധികാരത്തിന് വേണ്ടി മാത്രം എത്തപ്പെടുന്ന AK ആന്റണിയുടെ മകനെ പോലെയും K കരുണാകരൻ്റെ മകളെ പോലെ ഉള്ളവരും വരുന്നത് BJPക്ക് ദോഷം സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തിത്വത്തെ ആ BJPയിലേക്ക് എത്തിച്ചാൽ ചിലപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ മുഖം തന്നെ മാറിയേക്കാം. കേരളമെന്ന് പറയപ്പെടുന്നത് തീണ്ടാപ്പാട് അകലെയല്ല BJPക്ക് എന്നുള്ള സത്യം തിരിച്ചറിയുകയും അധികാരത്തിലേക്ക് BJPക്ക് വരുവാനും കഴിയും. BJPയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ശശി തരൂർ അവരോധിക്കുകയും ചെയ്യും. അങ്ങനെ BJPക്ക് ഒരു കോൺഗ്രസ് മുക്ത കേരളം കൂടി ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും.